നമ്മൾ കണ്ടതും കേട്ടതും ചിന്തിച്ചതും ഒന്നുമല്ല ഭ്രമയുഗം. പ്രതീക്ഷകൾക്കും അപ്പുറം രാഹുൽ സദാശിവനും മമ്മൂക്കയും പിള്ളേരുമൊക്കെ സ്ക്രീനിൽ തന്നത് വേറിട്ടൊരു അനുഭൂതി തന്നെയാണ്. മമ്മൂക്കയുടെ സിനിമാ സഞ്ചാരത്തിൽ കൊടുമൺ പോറ്റി ഒരു അടയാളപ്പെടുത്തലായി മാറുകയാണ് ഭ്രമയുഗത്തിൽ. ആ മനുഷ്യനിൽ നിന്നും ചികഞ്ഞെടുക്കാൻ ഇനിയും ഒരുപാടുണ്ടെന്നതിന്റെ തെളിവ് കൂടിയാണ് പോറ്റിയുടെ ഭാവഭേദങ്ങൾ. ഒപ്പം ചിത്രത്തിലെ വിരലിൽ എണ്ണാവുന്ന കഥാപാത്രങ്ങൾ കാഴ്ചവെച്ചത് വാക്കുകൾക്കും അപ്പുറമുള്ള പ്രകടനമായിരുന്നു. അതുകൊണ്ട് തിയേറ്ററിൽ തന്നെ അനുഭവിച്ചറിയേണ്ട ഒന്നാണ് ഭ്രമയുഗം എന്ന് പറയാം. പ്രതീക്ഷകൾ വെറുതെ ആയില്ല എന്ന് മാത്രമല്ല, അതിനും അപ്പുറത്തേക്കാണ് മമ്മൂട്ടിയിലെ കൊടുമൺ പോറ്റിയുടെ സഞ്ചാരം. ആദ്യ പ്രദർശനം കണ്ടിറങ്ങുന്ന പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. മമ്മൂട്ടിയുടെ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന നിഗൂഢതകളുടെ അവതരണവും അയാളിലെ മാന്ത്രിക ശക്തിയും പ്രകടിപ്പിക്കുന്നതാണ് ആദ്യ പകുതി. പോസ്റ്ററുകളിലും ട്രെയിലറിലുമെല്ലാം നമ്മൾ കണ്ട പ്രകടനത്തെക്കാൾ അതിഭയങ്കരമായ അഭിനയമാണ് മമ്മൂട്ടി ഭ്രമയുഗത്തിൽ നടത്തിയിരിക്കുന്നത്. കൂടാതെ ഹൊറർ എലമെന്റ്സ് അതിന്റെ ഏറ്റവും തീവ്രവും വ്യത്യസ്തവുമായ രീതിയിൽ കാണികളിലേക്ക് എങ്ങനെ അവതരിപ്പിക്കാമെന്ന കാര്യത്തിൽ തഴക്കം വന്ന സംവിധായകനാണ് താനെന്ന് ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് രാഹുൽ സദാശിവൻ. അദ്ദേഹത്തിന്റെ മികച്ച മേക്കിങ്ങിനൊപ്പം ചിത്രത്തെ ആകർഷകമാക്കുന്നതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിന് വലിയ പ്രാധാന്യവുമുണ്ട്. നമ്മൾ ഇന്ന് വരെ കാണാത്ത ഒരു ഷെയ്ഡിലാണ് അർജുൻ അശോകൻ എത്തിയിരിക്കുന്നത്. പാവത്താനുള്ള കഥാപാത്രങ്ങൾ അർജുൻ മുൻപും ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഭ്രമയുഗത്തിൽ. പിന്നെ എടുത്തു പറയേണ്ടത് സിദ്ധാർത്ഥ് ഭരതനെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇതിലെന്ന് പറയാം. മണികണ്ഠനാചാരിക്കും അമാൽഡയ്ക്കും വളരെ കുറച്ച് സീനുകളെ ഉള്ളൂവെങ്കിലും പടം കണ്ടിറങ്ങുന്നവരാരും മറക്കാൻ സാധ്യതയില്ലാത്ത പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. സിനിമയുടെ മോഡിലേക്ക് നമ്മളെ ആവാഹിച്ചെടുക്കാൻ തക്ക BGMകളായിരുന്നു ചിത്രത്തിൽ ഉപയോഗിച്ചത്. അതിലും ഗംഭീരമായിരുന്നു ചിത്രത്തിന്റെ ആർട്ട് വർക്കുകൾ. ഒരു പഴുതുപോലും ഇല്ലാത്ത തരത്തിൽ ആ പഴയ കാലഘട്ടത്തെ തിരിച്ചു കൊണ്ടുവരുന്ന മാരക ആർട്ട് ഡയറക്ഷൻ ആയിരുന്നു. ടെക്നിക്കൽ സൈഡ് പക്ക പെർഫെക്റ്റ് ആണെന്ന കാര്യത്തിലും തർക്കമില്ല. പിന്നെ മമ്മൂക്കയുടെ കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതില്ല. അഭിനയത്തിന്റെ പല തലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടും പുറത്തെടുക്കാൻ ഇനിയും ഒരുപാടുണ്ടെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ആ മനുഷ്യൻ. ഒരു പ്രത്യേക സ്ലാങ് പിടിച്ചുള്ള ഡയലോഗ് ഡെലിവറിയും ചില സീനുകളിൽ കൊടുക്കുന്ന മോഡുലേഷനും ഒക്കെ അതിഗംഭീരമായിരുന്നു. ഇക്കയുടെ ഇൻട്രോ സീനിലെ ഒരു ചിരിയുണ്ട്. ആ ചിരിയിൽ തന്നെ നമുക്ക് കൊടുമൺ പോറ്റിയെ കാണാം. നമ്മൾ പണ്ട് മുത്തശ്ശി കഥകളിലൊക്കെ കേട്ടുമറന്ന കുട്ടിച്ചാത്തൻ കഥകളും ദുർമന്ത്രവാദവും ഒക്കെ സിനിമയുമായി നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്താണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യ പകുതിയിലെ നിഗൂഢതകളിൽ നിന്നും രണ്ടാം പകുതിയിലേക്ക് എത്തുമ്പോൾ പല രഹസ്യങ്ങളുടെയും ചുരുളഴിയുന്നത് അവിടെയാണ്. രാഹുൽ പറഞ്ഞ പോലെ തന്നെ പേടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഉള്ളതല്ല ഭ്രമയുഗം. പക്ഷേ ഒരു സ്ലോ മോഡിൽ കഥ പറഞ്ഞുകൊണ്ട് സിനിമയെ ഒരു വ്യത്യസ്ത അനുഭവമാക്കി മാറ്റുകയാണ് ഇവിടെ. എന്തായാലും മമ്മൂക്ക പറഞ്ഞ പോലെ മനസ്സിൽ ഒരു ചിന്തയും ഇല്ലാതെ തന്നെ വേണം സിനിമ കാണാൻ പോകാൻ. കാരണം മനസ്സ് നിറയ്ക്കാൻ മാത്രമുള്ളതാണ് അവർ ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.